പേര് ഗായത്രി. ഞാൻ പാലക്കാട് നിന്നാണ്. ആ അപ്പോൾ ഞാൻ ഡോക്ടറിന്റെ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട് യൂട്യൂബില്. അപ്പോ കണ്ടപ്പോ ഞാൻ ആദ്യം വിചാരിച്ച് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാമെന്നായിരുന്നു. പക്ഷെ കണ്ടപ്പോ തോന്നി കുറച്ചുകൂടെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ നല്ലതാണ്. അല്ല അങ്ങനെ മാറ്റണ്ട. കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇഷ്ടമെങ്കിൽ അല്ല, ഓരോരാളും എനിക്ക് ഇഷ്ടം അങ്ങനെയില്ല. ലൈക്ക് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റി ഉള്ളത് അതിനായിരുന്നു എന്നാണ് എന്റെ വിചാരം. അത് കണ്ട് ഡോക്ടറുടെ വീഡിയോസ് കണ്ടപ്പോ തോന്നി നല്ല ഈസിയൊക്കെ ഉണ്ട്. ഇത് ഇപ്പൊ AI ഒക്കെ വരുവാണല്ലോ. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസിന് അതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഈസി ആയിരിക്കും. കുറച്ച് മാസ്റ്റേഴ്സ് ലെവലിലൊക്കെ പോകാൻ എന്നൊക്കെ തോന്നി. അല്ല, ഈ ഈസി പഠിച്ച ഒരാൾക്കും കമ്പ്യൂട്ടർ സയൻസിന്റെ ജോലിക്ക് പോവാം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാൽ അവിടെ മാത്രമേ പറ്റുള്ളൂ. കുറച്ചും കൂടി ജനറിക് ആവും. പിന്നെ കമ്പ്യൂട്ടറും നെറ്റ്വർക്കിങ്ങും കമ്മ്യൂണിക്കേഷനും ഒക്കെ ഉള്ളതിനല്ലേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പഠിക്കാൻ പറ്റുന്ന കോഴ്സ് ആയതുകൊണ്ട് ഈസി നല്ലതാണെന്ന് ആ താല്പര്യം. ഒരാൾ കമ്പൽസറി എനിക്ക് കമ്പ്യൂട്ടർ ആണെന്ന് ഇഷ്ടം എന്ന് പറഞ്ഞാലും ഞാനത് മാറ്റി പറയാറൊന്നുമില്ല. അത് നല്ലതാണെന്ന് പറയും. ഇപ്പൊ എവിടെ കിട്ടും മോക്ക് ഗായത്രിക്ക്? വണ്ടർഫുൾ. ഇപ്പൊ വീട്ടിൽ നിന്ന് പോയിട്ട് വരാം. എക്സ്ട്രാ കോഴ്സ് കുറെ ചെയ്യാം. എത്ര ദൂരമുണ്ട് NSS? 3-4 കിലോമീറ്റർ. അത്രേ ഉള്ളൂ. സോ വണ്ടർഫുൾ. നോ ലക്കി, ബ്ലസ്ഡ്. അപ്പൊ നല്ല പോലെ പഠിക്കണം. കുറേ എക്സ്ട്രാ കോഴ്സുകൾ ചെയ്യണം. ബാക്കി സ്കില്ലുകളൊക്കെ വണ്ടർഫുൾ ആയിട്ട് പോളിഷ് ചെയ്തെടുക്കണം. കാരണം മിക്കവാറും അത്തരം എബിലിറ്റീസ് ഇപ്പം ഏത് ജോലിക്ക് പോകുമ്പോഴും അവരൊക്കെ നോക്കുക സോഷ്യൽ സ്കില്ലുണ്ടോ, നിങ്ങൾക്ക് പൊതുവേ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് നന്നായിട്ടുണ്ടോ, ലോജിക്കൽ റീസണിങ് ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഇൻഫോസിസ് ഒക്കെ ആണെങ്കിൽ 6 മാസം മൈസൂര് ബേസിക് മാത്തമാറ്റിക്സ് മുതൽ രണ്ടാമതും എക്സാമിനേഷൻസ് നടത്തും. എന്നിട്ട് അതിലൊക്കെ പാസ്സായി കഴിഞ്ഞാലേ അവർ പ്രോജക്റ്റുകളിലൊക്കെ ഇടാറുള്ളൂ. ഓക്കെ. ഏത് സ്കൂളിലാണ് പഠിച്ചത് മോള്? ഗുഡ്. സർ അതല്ലേ ഡോക്ടർ അതല്ലേ, അതായത് ഇപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്യണോ അതോ NSS തന്നെ പോണോ, അങ്ങനെ ഒരു തോട്ടുണ്ട്. അല്ല, ഇതൊക്കെ അവനവന്റെ തീരുമാനമാണ്. ഇപ്പൊ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു 200 റാങ്ക് കിട്ടിയ ആൾക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് AFMCയിൽ കിട്ടിയ ആളും ഉണ്ട്. ജെഇക്കാണെങ്കിൽ ഏതെങ്കിലും IIT-യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഗ്രേറ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫൈൻ. പക്ഷെ ബേസിക് ഡിഗ്രി അത് എവിടുന്ന് കിട്ടിയാലും ഒരേപോലെയാണ്. ഇപ്പം IIT-ന്ന് കിട്ടിയത് കൊണ്ട് യു ആർ സംവൺ ഗ്രേറ്റ് എന്നൊന്നുമില്ല. NIT കിട്ടിയത് കൊണ്ട് നിങ്ങൾക്ക് സംവൺ ഗ്രേറ്റ് എന്നില്ല. കാരണം എല്ലാത്തിലും സെലക്ഷൻ നടക്കുന്നത് നമ്മുടെ എബിലിറ്റി ടെസ്റ്റ് ചെയ്തിട്ടാണ്. ആ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇയാൾ. ആ പ്രോഗ്രാമിംഗ് ആണെങ്കിൽ ആ പ്രോഗ്രാമിങ്ങിലൊരു ടെസ്റ്റ് തരും. ഓക്കെ. അതുപോലെ നമുക്കൊരു കോമ്പറ്റിറ്റീവ് എക്സാം എഴുതുമ്പോൾ IIT ആയാലും ഒരു എക്സ്ട്രാ മാർക്ക് കൊടുക്കുകയോ വെയിറ്റേജ് കൊടുക്കുകയോ ഒന്നും ചെയ്യില്ല. അണ്ടർസ്റ്റുഡ്? ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് എവിടെയാ പഠിച്ചതെന്ന് ആരും നോക്കില്ല. അല്ല, IITians എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്ക് ഗ്രേറ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു കോളർ വേണമെന്നുണ്ടെങ്കിൽ ഫൈൻ. അതിനിപ്പോൾ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞാനൊരു IITian അല്ല, എൻ്റെ മക്കളും IITiലല്ല. IITയിൽ പഠിച്ച ആൾക്കാരും 1-2 പേരൊക്കെ ഉണ്ട്. അതിലൊരു എക്സ്ട്രാ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു എബിലിറ്റി ഒന്നും ഞാൻ ആർക്കും കണ്ടിട്ടില്ല. ഓക്കെ. പിന്നെ IITക്കാർക്ക് മാത്രം കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പ് അങ്ങനെയൊന്നുമില്ല. ഇനി ബൈ ചാൻസ് മോള് BTech കഴിഞ്ഞിട്ട് പിന്നെ PhDക്ക് പോവാണ് അല്ലെങ്കിൽ MTechന് പോവാന്ന് വിചാരിക്കാം. സാധാരണ ഞാനൊക്കെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്ത കോളേജിൽ ഞാൻ മെൻറ്റർ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് PhDക്ക് വേണ്ടി പോയ സമയത്ത് ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, യു ആർ നോട്ട് ക്വാളിഫൈഡ് ഫോർ PhD, MTech യു ആർ ക്വാളിഫൈഡ് ഫോർ PhD. MTechനാ പോയത്. MTech ഇല്ലാതെ നേരിട്ട് PhDക്ക് എടുത്തു, സാധാരണ കോളേജ്. ഓക്കെ. അപ്പം നമ്മൾ എത്ര മെറിറ്റോറിയസ് ആണ്, നമുക്ക് എത്ര കഴിവുണ്ടെന്നാണ് ഇന്റർവ്യൂ കമ്മിറ്റിയൊക്കെ എപ്പോഴും നോക്കുക. IIT ഉള്ളവരെ വിളിക്കുള്ളൂ, IIT അല്ലാത്തവരെ വിളിക്കില്ല എന്ന് ഒരു കമ്പനിയും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഓക്കെ.
പിന്നെ തൊട്ടടുത്തുള്ള കോളേജിൽ കിട്ടി വീട്ടിൽ നിന്ന് 4 കൊല്ലം ആക്സസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രൊവിഷൻ ഉള്ള ഒരാള് ആ എബിലിറ്റി നല്ലപോലെ യൂസ് ചെയ്തിട്ട് എക്സ്ട്രാ കോഴ്സുകൾക്ക് കുറെ ചേരണം. ഇതുവരെ ഏതെങ്കിലും ചേർന്നോ? ഞാൻ എത്രയോ പ്രാവശ്യം വീഡിയോയില് എക്സ്ട്രാ കോഴ്സ് എന്ന് പറയുന്നുണ്ട്. ഈസിക്ക് അങ്ങനെയൊന്നുമില്ല. ഏതാണോ എല്ലാം ഫ്രീ ആണ്. നമ്മൾ കാശ് കൊടുത്ത് ഭക്ഷണം കഴിക്കുമ്പോഴല്ലേ അതിന്റെ ടേസ്റ്റ് നോക്കണ്ടു. അല്ല, ഇപ്പം ബേസിക് ആയിട്ട് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി, എഞ്ചിനീയറിംഗ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ഇതൊക്കെയാണ് ഫസ്റ്റ് സെമസ്റ്ററിലുള്ളത്. അതിൽ പൈത്തൺ എല്ലാ പ്രോഗ്രാമിങ്ങും അറിയുന്നവർ അറിയണം. ഇപ്പം കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് അറിയില്ല എന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഫേമസ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഓൺലൈൻ ഓപ്പൺ ഫ്രീ കോഴ്സ് എന്ന് പറഞ്ഞിട്ട് അടിക്കുക. അപ്പോൾ കുറേ വരും. ഇപ്പം സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. നമ്മൾ എല്ലാ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് മുതൽ അതിനകത്തുള്ള ഇന്റേണൽ ആയിട്ടുള്ള റാക്കുകൾ, ഓരോ പിന്നെ ഡാറ്റാബേസുകൾ, അവയുടെ കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ചിലപ്പോൾ ക്ലാസ്സുകളിൽ പഠിച്ചെന്നോ സിലബസിൽ ഉണ്ടായെന്നോ വരില്ല. ഇതൊക്കെ പഠിച്ചു തീർക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് പഠിപ്പിക്കുന്നതോ അതൊരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി ഒരു എക്സാം എഴുതുന്നതല്ലാതെ ബാക്കി നമ്മുടെ സ്കില്ല് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതൊക്കെ പഠിക്കണം. അത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആവാം, വിൻഷിൽ ആവാം, ബിഗ് ഡാറ്റ ആവാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാവരും പറയുന്നതല്ലേ. എന്നാൽ എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ചേരുക. ഓഗ്മെന്റഡ് റിയാലിറ്റി ചേരുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചേരുക, പൈത്തൺ ചേരുക. നോക്കരുത്, ഉടനെ ചേരുക. കാശ് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ ചേരുക. നമ്മളിപ്പോ ഒരു ബഫേക്ക് പോയിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് വെറുതെ പ്ലേറ്റിലെടുക്കുക, കടിക്കുക, ആവശ്യമില്ലാത്ത സാധനം കളയാ ബസ്. ആര് ചോദിക്കാൻ പോണേ? കാശ് കൊടുക്കുമ്പോഴല്ലേ ആലോചിക്കണ്ടോ. അപ്പൊ കുറെ കോഴ്സുകൾക്ക് ചേരുക. ഇയാളെ ആരും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. എല്ലാത്തിനും ചേരുക, ഒരു 10 എണ്ണത്തിന് ചേരുക. അങ്ങനെ ഒരു വർഷം കൊണ്ട് ഒരു 100 എണ്ണൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, യു വിൽ ബിക്കം സൂപ്പർ. അതാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ ചെയ്യുക, എന്നിട്ട് അങ്ങോട്ട് ചേരുക, ചേർന്നിട്ട് പഠിക്കാൻ തുടങ്ങുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, മൂക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അത് കുറേ യൂണിവേഴ്സിറ്റികളിലേക്ക് കണക്ട് ചെയ്യും. അത് MIT, സ്റ്റാൻഫോർഡ്, പിന്നെ ഏതൊക്കെ എബ്രോഡിലുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ ഉണ്ടോ അതിലൊക്കെ ചേരാം. ഒരേ പ്രോഗ്രാമിന് ഇപ്പൊ പൈത്തൺ ചെയ്യുന്ന സമയത്ത് 3 സ്ഥലത്ത് ചെയ്യാം. എത്ര വേണമെങ്കിലും ചെയ്യാലോ, ഒരേ സംഭവമല്ലേ, പഠിക്കാൻ പോകണം. എന്താ പ്രശ്നം? ഓക്കെ, ഇത് പബ്ലിഷ് ചെയ്യട്ടെ? റൈറ്റ്, താങ്ക് യു. Thank you, doctor. Bye.